വാൽമീക മധ്യത്തിൽ നിന്നു ജനിക്കയാൽ വാൽമീകി എന്നു മഹർഷിമാർ പേരിട്ടു. ചിത്രകൂട പർവ്വതത്തിനും ഗംഗയ്ക്കുമിടയിൽ കണ്ണുകൾക്കു വിമോഹനമായി ശാലകളും നിർമ്മിച്ചവിടെ വസിക്കാൻ മഹർഷി ശ്രീരാമനോട് പറഞ്ഞു. ആ ഭാഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. വാൽമീക മധ്യതു നിന്നു ജനിക്കയാൽ അമ്മുനീന്ദ്രന്മാരഭിദാനവും ചെയ്താർ. വാൽമീകിയാം മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാംനായ വേദിയായി ബ്രഹ്മജ്ഞനാകനീ എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും അന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാനിങ്ങനെ യാചമഞ്ഞിടിനെ. ഇന്നു സീതാസുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിന്നവകാശവും വന്നിതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ബലിച്ചു കരുണാജലാനിധേ. രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ കാണായ മൂലം വിമുക്തനായേനഹം ത്രാണനിപൂണം ത്രിദശ കുലപദേ. സീതയാ സാർദ്ധം വസിപ്പതിനായൊരു മോദകരസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലുമെന്നെഴുന്നള്ളിനാൻ അന്തികെ. ചേർന്നുള്ള ശിഷ്യപരിവൃതനാമുനി ചിത്രകൂടാചല ഗംഗയോരന്തരാ ചിത്രമായൊരുടജം തീർത്തുമാമുനി. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷിവിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ചിവിടെ ഇരിക്കെന്നരുൾ ചെയ്തു. മന്മഥതുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മന മരുവീടിനാൻ രാമനും. വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദ മുൾക്കൊണ്ടു മേവിനാൻ. ദേവമുനിവര സേവിതനാകിയ ദേവരാജൻ ദിവി വാഴുന്നതുപോലെ